തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ അപകട ഭീഷണി ഉയർത്തിയ റോഡിൽ കുഴി രൂപപ്പെട്ടിട്ട് ദിവസങ്ങൾ ഏറെയായെന്ന് പരാതി. ഇരുചക്ര വാഹന യാത്രക്കാരടക്കം അപകടത്തിൽപ്പെടുന്നത് പതിവായതോടെ അടിയന്തര പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ആലമുട് ജംഗ്ഷന് സമീപമാണ് യാത്രക്കാരെ ഏതു നിമിഷവും അപകടപ്പെടുത്താവുന്ന ഈ കുഴി. സമാനമായ രീതിയിൽ മുൻപും ഇവിടെ കുഴിയുണ്ടായിരുന്നു. അന്ന് നാട്ടുകാരുടെ പ്രതിഷേധങ്ങൾക്കൊടുവിൽ കുഴി സ്ലാബിട്ട് മൂടുകയും ചെയ്തിരുന്നു. ഈ സ്ഥലത്താണ് ഇപ്പോൾ വീണ്ടും കുഴി രൂപപ്പെട്ടിരിക്കുന്നത്. സ്ലാബുകളുടെ കാലപ്പഴക്കം കാരണം ഇവിടെ ഇട്ടിരുന്ന കമ്പികൾ പുറത്തു കാണത്തക്ക വിധം അപകടാവസ്ഥയിലാണ്. കാൽനട യാത്രക്കാർ റോഡ് മുറിച്ച് കടക്കുന്ന സമയങ്ങളിൽ പലപ്പോഴും അപകടത്തിൽപ്പെടുന്നതും പതിവ് കാഴ്ചയാണ്. പ്രതിദിനം ആയിരക്കണക്കിന് വാഹനങ്ങൾ പോകുന്ന ആലമുട് ജംഗ്ഷനിലെ കുഴിയും അതിലെ തുരുമ്പെടുത്ത കമ്പികളും ജനങ്ങളുടെ യാത്രയ്ക്ക് ഭീഷണിയായി മാറുന്നുവെന്നാണ് വ്യാപാരികൾ പറയുന്നത്. ഇതിന്റെ ഓരോ കമ്പികൾ ഇളവി ബൈക്കുകൾ വരുമ്പോൾ ഈ ബൈക്കുകൾ വരുമ്പോൾ ബൈക്കിന്റെ ഫ്രണ്ട് വീല് ഇത് ടയർ തട്ടിയിട്ട് ടയർ പഞ്ചറാകുന്നു. അത് പലരും വീഴാൻ ശ്രമിക്കുന്നു. എന്താ ദൈവാദിനം കൊണ്ട് ഇതുവരെ ആരും വീണ് ഒരു ആക്സിഡന്റ് ഒന്നും ഉണ്ടായില്ല. ഇനി അപകടം വരാനിരിക്കുന്നത് നമ്മൾ കാത്തിരിക്കാതെ ഇതിനൊരു ശാശ്വതമായ ഒരു പരിഹാരം എപ്പോഴും കാണേണ്ടതാണ്. കുഴിയുടെ വശങ്ങളിൽ കൂർത്തു നിൽക്കുന്ന കമ്പികളിൽ തട്ടി തലനാരിടയ്ക്കാണ് പലരും രക്ഷപ്പെടുന്നത്. സ്കൂൾ തുറക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ അപകടങ്ങൾക്ക് സാധ്യതയേറെയാണെന്നും ഇവർ പറയുന്നു. ഈ മാൻ ഹോൾ എന്ന് പറയുന്നത് BSNL സാധനമാണ്. BSNL ഇത് നിർമ്മിച്ചത്. പക്ഷെ അവർ ഒരു കണക്ഷനും കൊടുത്തിട്ടില്ല. അവരും കെട്ടിട്ട് പോയി. ഇതിപ്പോ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നത് ഈ ദേശീയപാതയിലെ ആളുകൾ, അല്ലെങ്കിൽ ഇവിടുത്തെ സംഘടനകൾ, അല്ലെങ്കിൽ നമ്മളെ പോലീസ് ഇതിനിടയ്ക്ക് റെഡി മിക്സ് കൊണ്ടുവന്ന് ഇതിന്റെ പുറത്തങ്ങ് ഇടുന്നുണ്ട്. അത് 5-6 ദിവസം കിടക്കും. അവർ 3-4 പ്രാവശ്യം ഇവിടുത്തെ പോലീസ് കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട്. അത് 5-6 ദിവസം കിടക്കും. മഴയും പെയ്ത് 2 വെയിലും അടിക്കുമ്പോൾ ഇതെല്ലാം കൂടെ ഇളകി പോകും. ഇരുചക്രവാഹന യാത്രക്കാർക്കുൾപ്പെടെ ഭീഷണിയായി മാറുന്ന കുഴിയടയ്ക്കാൻ അധികൃതർ ഇടപെടുന്നില്ലെന്നാണ് ഉയരുന്ന ആരോപണം. ദേശീയപാതയിലെ ഈ ദുരവസ്ഥയ്ക്ക് അടിയന്തര പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.